പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട MBA നാഷണൽ കോൺഫറൻസിൻ്റെ ഈ സംയുക്ത സഭായോഗത്തിൽ എനിക്കും കടന്നു വന്ന് നിങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും ദൈവത്തിന്. ഇത്രയും സക്സസ് ആക്കിയത് ദൈവമാണ്, ഇത്രയും നടത്തിയ ദൈവമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഓൾ ദ ഗ്ലോറി ആൻഡ് ഓണർ അൺടു അവർ ഗാഡ്. അങ്ങനെ ദൈവത്തിന് മഹത്വം നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. ആമേൻ. നമ്മൾ ആരും മഹത്വം എടുക്കണ്ട, ദൈവത്തിന് മഹത്വം കൊടുക്കണം. എന്ത് സക്സസ് ആയാലും എന്തെല്ലാം ഉയർന്നാലും ദൈവനാമം അതിൻ്റെ മീതെ ഉയർന്നിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരെ നടത്തിയ ദൈവം ഇനിയും നടത്താൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ഈ MBA UK ദൈവം അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ സഭായോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന MBAയുടെ സെക്രട്ടറി, എൻ്റെ സുഹൃത്ത്, ഞാൻ സ്നേഹിക്കുന്ന കത്രുദാസൻ പാസ്റ്റർ ഡിഗോൾ ലൂയിസ് അവറുകൾ, അതുപോലെ തന്നെ MBAയുടെ പ്രസിഡന്റ് പാസ്റ്റർ ബിനോയ് എബ്രഹാം, MBAയുടെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സാങ്കുട്ടി പാപ്പച്ചൻ അവറുകൾ, അതുപോലെ MBAയുടെ ട്രഷറർ പാസ്റ്റർ ജിനു മാത്യു, എല്ലാവരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആമേൻ. അനിൽ പാസ്റ്ററോട് ചേർന്ന് ഒരു വേദിയും കൂടെ ഈ രാജ്യത്ത് ഒരുമിച്ച് പങ്കിടാൻ, പ്രത്യേകിച്ച് ബ്ലസ്സിനോട് ചേർന്ന് ഒക്കെ ദൈവത്തെ സ്തുതിപ്പാൻ, പ്രിയ എല്ലാവരെയും ഓർത്ത് ജോൺ മാത്യു ചാനൊക്കെ എൻ്റെ വളരെ അടുത്ത ആൾക്കാരാണ്. എല്ലാ ചൊവ്വാഴ്ചയും മിക്കവാറും ഞങ്ങൾ ഒരുമിച്ച് കാണുന്ന ആൾക്കാരാണ്. ഇവിടെയും കണ്ടുവല്ലോ, അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെയൊക്കെ ആ നല്ല പ്ലസൻ്റായിട്ടുള്ള മുഖം കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ അധികം പേരുകൾ ഇനി കൂടുതൽ പ്രിയ ജെയിംസ് ജോൺ കർത്തൃദാസനെ ഓർക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് നാട്ടിലായിരിക്കാൻ ദൈവം സഹായിക്കുന്നു. എല്ലാവരും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ദൈവത്തിൻ്റെ പ്രത്യേക കഴിവുകളുള്ള, കൃപയുള്ള, ആമേൻ. എല്ലാ കഴിവിനെക്കാട്ടിലും വലിയ കഴിവാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കഴിവ്. ഈ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ഒരു മനസ്സിൽ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന് കേരളത്തിൽ 3300 സഭകളുണ്ട്. എത്ര സഭയാണ് കേരളത്തിൽ? 3300 ചർച്ചസ് ഉണ്ട്. മോർ ദാൻ 4000 പാസ്റ്റേഴ്സ് ഉണ്ട്. ആമേൻ. ഞാൻ ഒരു ലോക്കൽ സഭയുടെ ശുശ്രൂഷകനാണ്. ആ ലോക്കൽ സഭയിൽ ഓൾമോസ്റ്റ് 150 ഫാമിലീസ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ 150 കുടുംബത്തിലുള്ളവരെ കൊണ്ടുപോകുന്നത്, ആമേൻ, ലൈവ് കണ്ടാലും കുഴപ്പമില്ല, വലിയ പാടാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അപ്പം ഈ 150 കുടുംബം കൊണ്ടുപോകാന്ന് പറയുന്നത് ഇത്ര ടഫ് എന്ന് പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യ, എനിക്ക് 2 പെൺപിള്ളേരും ഉണ്ട്. എൻ്റെ സ്വഭാവമല്ല എൻ്റെ ഭാര്യയ്ക്ക്. ഞാൻ ഇത്ര ഓവർ ആക്റ്റീവുള്ളായിട്ടുള്ള മനുഷ്യൻ. എൻ്റെ ഭാര്യ വളരെ ശാന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന. എൻ്റെ മൂത്ത മോള് 2 പെൺപിള്ളേരാണ്. മൂത്ത മോള് അവള് വേറൊരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞാൽ എല്ലാം ശാന്തമായൊക്കെ ചെയ്യുന്ന. ഇളയ മോള് വേറൊരു ക്യാരക്ടറാണ്. 4 പേരും ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 4 പേര് കൂടി 100 കുടുംബം വരുമ്പോൾ എത്ര പേരായി? 400 പേരായില്ല. 400 സ്വഭാവമുള്ള ചിലരെ ഇങ്ങനെ ഫുട്ബോൾ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും. ചിലർ ഈ പാസ്റ്റർ വഴക്ക് പറയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമാണെന്ന് പറയുന്ന പാസ്റ്റർമാർക്ക് വിശ്വാസികളുണ്ട്. എന്നാൽ ചിലരെ ഇങ്ങനെ കോഴിമുട്ട കൊണ്ടുപോകുന്ന പോലെ തൊട്ടാ പൊട്ടുന്ന വിശ്വാസികൾ ഉണ്ട്. ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ശുശ്രൂഷകന്മാരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമേൻ. അത് കേരളത്തിൽ പോയാലും UK പോയാലും മലയാളിയുടെ സ്വഭാവം മാറില്ല. നിങ്ങൾ ചിന്തിക്കല്ലേ, ആമേൻ, ഇന്ത്യൻ കറൻസി കൈ കിട്ടിയാലും പൗണ്ട് കൈ കിട്ടിയാലും ഡോളർ കൈ കിട്ടിയാലും നമ്മുടെ സ്വഭാവം മാറുന്ന പരിപാടിയില്ല. അതുകൊണ്ട് ആമേൻ, ഈ ദേശത്ത് നിങ്ങൾ ഫ്ലറിഷ് ചെയ്യാൻ
നിങ്ങൾ അഭിവൃദ്ധിപ്പെടാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തിന് സ്തോത്രം. ആമേൻ. സ്വർഗത്തിലെ ദൈവം സഹായിക്കും. ഈ കാലത്ത് നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ, അനേക കുടുംബങ്ങൾ, യൗവനക്കാർ ഈ രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. അവൻ ഞങ്ങളുടെ കേരളത്തിലുണ്ടായിരുന്ന മിടുക്കന്മാരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത ഒരു ജനറേഷനിൽ ഞങ്ങൾ അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു മക്കളെയും സ്തോത്രം. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണിപ്പം. കാരണം മുൻനിരയിൽ നിർത്താൻ ആളില്ല അവിടെ. എല്ലാവരും UK പോവുകയാണ്, കാനഡയ്ക്ക് പോകുന്നു, ഓസ്ട്രേലിയക്ക് പോകുന്നു, അയർലൻഡിൽ പോകുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എല്ലായിടത്തും സഭ വളരട്ടെ. പ്രൈസ് ദ ലോർഡ്. എല്ലാ സഭകളും അഭിവൃദ്ധിപ്പെടുത്തപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. UK സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങിയത് ഒരു തളിർപ്പിനെ കുറിച്ച് പറഞ്ഞാണ്. ഒരു തളിർപ്പിനെ കുറിച്ച് പറഞ്ഞാണ്. ആമേൻ. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള, ഒരു തളിർപ്പ് പൊട്ടിപ്പുറത്തു വന്നതുപോലെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങളിൽ UK-യിലെ ദൈവസഭകളെ സംബന്ധിച്ചിടത്തോളം ആമേൻ, ആമേൻ, ഡിനോമിനേഷണൽ സ്പിരിറ്റ് ഇല്ലാതെ ഐക്യതയോടെ, സ്നേഹത്തോടെ, ഒത്തൊരുമയോടെ ആമേൻ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി സുവിശേഷ രണാങ്കണത്തിൽ ഒരു പടക്കുതിരിയെ പോലെ ലോക സുവിശേഷീകരണത്തിനു വേണ്ടി ദൈവം നിങ്ങളെ ഉപയോഗിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക. ഹല്ലേലൂയ. അതിന് ദൈവം ഒരു വഴി തുറക്കും. അത്ഭുതം കർത്താവ് ചെയ്യും. സ്തോത്രം. ഈ പിറുപിറുപ്പും ഇതെല്ലാം ദൈവം നിർത്തലാക്കും. ഹലോ, എല്ലാം എപ്പോഴാണ് നിർത്തലാക്കപ്പെടുന്നതെന്ന് അറിയാമോ? ഈ അഹരോൻ്റെ എതിരെ അതിശക്തമായി ജനം തിരിഞ്ഞൊരു സമയമുണ്ട്. അഹരോൻ്റെ മിനിസ്ട്രിയെ ചോദ്യം ചെയ്തു. പരിശുദ്ധാത്മാവ് ഇപ്പം തന്ന ദൂത അഹരോൻ്റെ മിനിസ്ട്രിയെ ചോദ്യം ചെയ്തു. ആമേൻ. ഇവൻ ആരാ ശുശ്രൂഷ കൊടുത്ത്? ഞങ്ങൾക്ക് അതിനോട് കഴിവുള്ളവരൊക്കെ ഉണ്ട്, ഞങ്ങളും കൂടെ ചേർന്ന് ചെയ്തോളാം. അവർ പറഞ്ഞ് ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ തുടങ്ങി. സ്തോത്രം. ദൈവം മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എൻ്റെ അടുത്ത് വാ, നീ ഒരു കാര്യം ചെയ്യുക. നീ ഈ ഭൂപ്പന്മാർ 12 പേരെ വിളിച്ചിട്ട് അവർ ഓരോരുത്തരും ഒരു ബദാം കമ്പ് മുറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. സ്തോത്രം. ആ ബദാം കമ്പ് മുറിച്ചുകൊണ്ട് വന്ന് മോശയുടെ കൈ കൊടുത്തു. ഓരോ ഗോത്രങ്ങളും അവരുടെ ആ ഗോത്രത്തിൻ്റെ പേരുകൾ എഴുതി, ആമേൻ, അവർ ഗോത്രപിതാക്കന്മാരുടെ ആമേൻ മൂപ്പന്മാരുടെ പേരെഴുതി അങ്ങോട്ട് വെച്ചു. മോശ ഈ 12 എണ്ണത്തിനെ ചുമന്നുകൊണ്ട് കൊണ്ടുപോയി സാക്ഷ്യകൂടാരത്തിൽ പെട്ടകത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. ആമേൻ. സാക്ഷ്യത്തിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. പിറ്റേന്നാൾ ആമേൻ ചെന്ന് നോക്കിയപ്പോൾ ദൈവം പറഞ്ഞു, ആരുടെ കമ്പ് കിളിർക്കുമോ ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്നിട്ട് അതിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നൊരു ഭാഗമുണ്ട്. അങ്ങനെ അവരുടെ പിറുപിറുപ്പ് നിർത്തലാക്കി. ഓ, വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ദൈവം ചില തളിർപ്പുകൾ പുറത്തു കൊണ്ടുവന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിലുള്ള ചില ആത്മീക ശുശ്രൂഷകളെ, ചില നന്മകളെ, ചില വിടുതലുകളെ വെളിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അത് വിശ്വസിക്കുന്നവർ ആത്മാവിൽ കൈ അടിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് തന്ന സമയത്തിൻ്റെ എനിക്കറിയാം, ഇന്നത്തെ സാഹചര്യം എനിക്കറിയാം. ഞാൻ ഈ ലീഡർഷിപ്പ് നിൽക്കുന്നത് കൊണ്ട് വ്യക്തമായി അറിയാം. ആരും എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഐ നോ വെരി വെൽ ദ സിറ്റുവേഷൻസിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ചെറിയ വേദഭാഗം, വലിയ പ്രഭാഷണത്തിലേക്കൊന്നും പോകുന്നില്ല, ഒരു എക്സോർട്ടേഷൻ തന്ന് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആമേൻ. എന്നെ ഈ കോൺഫറൻസിന് തിരഞ്ഞെടുത്ത് വിളിക്കാൻ മുഖാന്തരമായി ഈ ലീഡർഷിപ്പിനെ ദൈവം ഉപയോഗിച്ചതോർത്ത് ദൈവത്തിന് ആദ്യം നന്ദി പറയുന്നു. രണ്ടാമത് തന്നെ വിളിച്ച എക്സിക്യൂട്ടീവ്സിനോട്, ട്രസ്റ്റീസിനോട്, കമ്മിറ്റി അംഗങ്ങളോട് ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കും. നിങ്ങൾ എന്നെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. വലിയ പ്രാരാബ്ധങ്ങൾ ഇന്ന് തന്നെ ഇവിടെ ആരാധനയ്ക്ക് വന്നിട്ട് ഞാൻ പുറകിൽ ഇരുന്ന് നാട്ടിലെ ഒരു ചെറിയ വിഷയമല്ല, വലിയ വിഷയം സോൾവ് ചെയ്യായിരുന്നു. എനിക്ക് നാട്ടിൽ വിളിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ റോയ് തോമസ് പാസ്റ്റർ ഒരു വാക്ക് നന്ദി പറഞ്ഞില്ലല്ലോ. റോയ് തോമസ് പാസ്റ്റർ ഇതിനു വേണ്ടി ഓടി
കഷ്ടപ്പെടുന്നത് കണ്ട് ഐ അപ്രീഷിയേറ്റ് യു. ഈ സഭയെ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഫോൺ മേടിച്ചാണ് ഞാൻ അവിടെ പോയി നാട്ടിൽ വിളിച്ച് കാര്യങ്ങൾ ക്രമീകരിച്ചത്. കാരണം അതുപോലെ ചില പ്രശ്നങ്ങളിലൂടെ ചില സഭകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ തിരുവെഴുത്തിൽ സഖറിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. സഖറിയാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങൾ. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്. സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാമിത്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാൽ അത്രയെന്ന്, എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുൻപിലുള്ള മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടി അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ, സെരുബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. സെരുബാബേലിന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവന്റെ കൈ തന്നെ അത് തീർക്കും. അവന്റെ കൈ തന്നെ അത് തീർക്കും. വ്യത്യസ്തമായ ദൂതാണിത്. തികച്ചും വ്യത്യസ്തമായൊരു ദൂത്. പരിശുദ്ധാത്മാവ് എന്നോട് ഈ സഭായോഗത്തിൽ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കൈമാറാൻ തന്ന ദൂത് അല്പം പോലും വെള്ളം ചേർക്കാതെ അത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യാം. ഹല്ലേലൂയ. എന്താ ഇത് നമുക്കിതിൻ്റെ പശ്ചാത്തലം, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ തൊട്ടുരുമി പറഞ്ഞു പോയൊരു പശ്ചാത്തലമുണ്ട്. സ്തോത്രം. ഇസ്രായേൽ ജനം ബാബിലോണിൽ അടിമത്തത്തിലേക്ക് പോയി. 70 വർഷങ്ങൾ അവരുടെ ആലയം നഷ്ടപ്പെട്ടു, അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു, അവരുടെ ആ രാജ്യത്തിൻ്റെ മതിലുകൾ ഇടിഞ്ഞുപോയി, വാതിലുകൾ വെന്തുപോയി, സമസ്തം സമ്പൂർണമായി തകർക്കപ്പെട്ട് കിടക്കുന്ന ആ രാജ്യത്തിൽ നിന്നും പ്രവാസത്തിലേക്ക് പോയ ഒരു ശേഷിപ്പ്, മടങ്ങി വരാൻ സാധ്യതയില്ലാത്ത സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം ദൈവികമായ ചില പദ്ധതികളെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഈ ജനത്തെ മടക്കിക്കൊണ്ടുവരേണ്ടതിനു വേണ്ടി ലീഡേഴ്സിനെ ദൈവം തിരഞ്ഞെടുത്തു. നമ്മളൊക്കെ ഈ ലീഡേഴ്സിനെ നോക്കിയിട്ട് പറയും, ഇവരൊക്കെ എങ്ങനെയൊക്കെ ഇവിടെ പിടിച്ചു കയറി വന്നതാണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയത്ത് ദൈവികമായ ചില പദ്ധതികളെ പൂർത്തീകരിക്കേണ്ടതിന് വേണ്ടി ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും. ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും ആ വ്യക്തിക്ക് പ്രതികൂലമായി നിൽക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം അനുകൂലമെങ്കിൽ, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ 3 കൂട്ടമായിട്ടാണ് മടങ്ങി വന്നത്. എവിടുന്ന? സ്തോത്രം. ബാബിലോണിൽ നിന്ന് 3 കൂട്ടമായിട്ട് മടങ്ങി വന്നു. ഒന്ന്, സെരുബാബേലിന്റെ നേതൃത്വത്തിൽ 42,360 പേര് മടങ്ങി വന്നു. സ്തോത്രം. രണ്ടാമത് എസ്രായുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ വന്നു. മൂന്നാമത് നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ആൾക്കാർ കടന്നു വന്നു. ഇതൊക്കെ ഡിഫറൻറ്റ് കാലയളവിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഞാൻ നിങ്ങൾക്ക് വേഗത്തിൽ ക്യാപ്സ്യൂൾ പരുവത്തിൽ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ മടങ്ങി വന്ന ഇസ്രായേൽ ജനം, ഒന്നാമത് സെരുബാബേലിനെ, എന്തിനാ സെരുബാബേലിനെ ദൈവം കൊണ്ടുവന്നത്? എന്തിനാ ഈ കൂട്ടത്തെ ദൈവം കൊണ്ടുവന്നത്? തകർന്ന് തരിപ്പണമായ അവശേഷിപ്പ് പോലും ഇല്ലാതിരുന്ന ആലയത്തെ പണിതെടുക്കാൻ. ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ വ്യത്യസ്തമായ ശുശ്രൂഷയാണ്. എൻ്റെ ശുശ്രൂഷ എന്താണെന്ന് ഞാൻ തിരിച്ചറിയാൻ എനിക്ക് കൃപ വേണം. ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറയും, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. വിളി എന്താണെന്നും തെരഞ്ഞെടുപ്പ് എന്താണെന്നും ശുശ്രൂഷ എന്താണെന്ന് മനസ്സിലാക്കിയാൽ കോൺഫ്ലിക്റ്റ് തീർന്നു. ഹല്ലേലൂയ. എൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യണം. അത് ചെയ്താൽ ദൈവം എൻ്റെ കൂടെ ഇരുന്ന് ഞാൻ ചെയ്യുന്നതിനെ സക്സസ് ആക്കും. ആമേൻ. ഈ
മൂന്ന് പേരും ബാബേലിൽ ജനിച്ചു വളർന്നവരാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേക്കണേ, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മൂന്ന് പേരും. സെരുബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബാബേലിൽ ജനിച്ചവനെന്നാ. ഹലോ, സ്തോത്രം. സെരുബാബേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ അവൻ ഈ ആലയത്തെ കണ്ടിട്ടില്ല. എങ്ങനെയാണ് ഈ ആലയം ഇരുന്നതെന്ന് അവൻ അറിയത്തില്ല. എന്താണ്, എവിടെയാണ് ഈ ആലയത്തിന്റെ യഥാർത്ഥമായ ലൊക്കേഷൻ എന്ന് അവൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്തോത്രം. ഇന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കൊണ്ട് ആലയത്തിന്റെ രൂപരേഖ നിന്റെ കയ്യിൽ തന്ന് നിന്നെ കൊണ്ട് ഞാൻ ഈ ആലയം പണിയിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി സെരുബാബേൽ നിന്നില്ല. പറഞ്ഞൊരു കാര്യമുണ്ട്, അകത്തളത്തിൽ ആളിക്കത്തുന്നൊരാഗ്രഹം സെരുബാബേലിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എൻ്റെ നാട് ഈ ബാബിലോണാണെങ്കിലും, ഞാൻ ജനിച്ചത് ബാബിലോണിലാണെങ്കിലും, എന്നെ ദൈവം ഈ ഭൂമിയിൽ കൊണ്ടുവന്നത് ആമേൻ ഈ ബാബിലോണിന്റെ ശക്തികൾ തകർത്തു കളഞ്ഞ ആലയത്തെ പണിയെടുപ്പിക്കാനാണെന്ന് ഉള്ളിലൊരു ബോധമുണ്ടായി. ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ആമേൻ. ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ നീ ചെയ്തിട്ടില്ലാത്ത വ്യത്യസ്തമായൊരു ശുശ്രൂഷ നിന്നെ ഏൽപ്പിച്ച് അതിനെ വിജയിപ്പിക്കത്തക്ക രീതിയിൽ, ചെയ്തെടുക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കരം ചലിക്കുക. ഹല്ലേലൂയ. ഇവിടെ വന്നു, കോരേശിന്റെ സപ്പോർട്ടോടുകൂടിയൊക്കെയാ വന്നേ. ആമേൻ. അപ്പോൾ ഈ ഇസ്രായേലിന്റെ തകരപ്പെട്ട ഈ ആലയം പുനർസ്ഥാപിക്കാനായിട്ട് ഒരു രാജാവിൻ്റെ സപ്പോർട്ട് ഉണ്ടേ പറ്റുള്ളൂ. കാരണം ആലയം നിസ്സാരമായ കാര്യമല്ല. 1,53,600 പേരെ കൊണ്ട് 7 വർഷം കൊണ്ട് ശലോമോൻ രാജാവ് അവൻ്റെ അപ്പൻ തൊട്ട് കരുതി വെച്ച നന്മ കൊണ്ട് പണിതെടുത്ത ഈ ആലയം തിരിച്ചു പണിതെടുക്കാൻ, അതിൻ്റെ ഒരു അല്പമെങ്കിലും മഹത്വത്തിൽ പണിയണമെങ്കിൽ ഒരു രാജാവിൻ്റെ ബാക്കപ്പ് വേണം. ഈ രാജാവിനെ ദൈവം എന്ത് ചെയ്തറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിൻ്റെ ഒടുവിലത്തെ വാക്യം, 45-ാം അധ്യായം 1-ാമത്തെ വാക്യം, 2-ാമത്തെ വാക്യം, ഈ വാക്യങ്ങളിലെല്ലാം പ്രവാചകനായ യെശയ്യാവ് കോരേശ് എൻ്റെ ഇടയനാണെന്നും അവനെ കൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടമൊക്കെ ചെയ്തെടുക്കുമെന്നും, കോരേശ് ജനിക്കുന്നതിന് മുമ്പ്, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കോരേശ് ജനിച്ചു കഴിഞ്ഞ് ഒരു പ്രവാചകൻ തലേ കൈവച്ച് ദൂത് പറഞ്ഞതല്ല. കോരേശ് ജനിക്കുന്നതിന് 190 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചു, ബാബേലിലെ ജനത്തെ മടക്കിക്കൊണ്ടുവന്ന് ആലയം പണിയാൻ ഞാൻ ഒരുത്തനെ ഉപയോഗിക്കും, അവന്റെ പേര് കോരേശ്. ദൈവശക്തി ഹോളിനകത്ത് വ്യാപരിക്കുക. നീ ജനിക്കുന്നതിന് മുമ്പ്, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, നീ ഈ ഭൂമിയിൽ കാണുന്നതിന് മുമ്പ് നിന്നെ കണ്ടൊരു ദൈവമുണ്ട്. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി സെരുബാബേലെ നീനെ കൊണ്ട് ആലയം പണിയിപ്പിക്കാൻ ഞാനൊരു രാജാവിനെ ഭൂമിയിൽ കൊണ്ടുവരുമെന്ന് 190 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആത്മാവിൽ പേരുൾപ്പെടെ പറഞ്ഞെങ്കിൽ നീ ഭാരപ്പെടണ്ട. അവൻ, ഞാൻ നിന്റെ കൂടുണ്ട്, നിന്നെ കൊണ്ട് ഞാനിത് പണിതെടുപ്പിക്കും. ഹലോ, ഈ ദൈവിക ആലോചനയൊക്കെ പ്രാപിച്ച് രാജാവിൻ്റെ സപ്പോർട്ടോടുകൂടി രാജാവിൻ്റെ സകല നന്മകളും അനുഗ്രഹങ്ങളും, ആമേൻ, പണവും സ്വർണവും താമ്രവും എല്ലാം കൊണ്ടുവന്ന് പണിയാൻ വന്നിരിക്കുക. പക്ഷെ പണിയാൻ വന്നു. എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിൽ ആലയത്തിന് അടിസ്ഥാനം ഇട്ടതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനം ഇട്ടത് 3-ാം അധ്യായം 10, 11, 12 വാക്യങ്ങളാണ്. പുരോഹിതന്മാരെ എല്ലാം കൊണ്ടുവന്നു. അവർ ദൈവത്തിന് പാടി സ്തുതിച്ചു, വാദ്യ ഉപകരണങ്ങൾ വായിച്ചു.
അവരൊരുമിച്ച് പാട്ടുപാടി അവൻ നല്ലവനല്ലോ, അവൻ്റെത് എന്നേക്കുമുള്ളെന്ന് പാട്ടുപാടി ആർത്ത് സന്തോഷിച്ച് അവർ ആലയത്തിന് സ്തോത്രം പറഞ്ഞ് അടിസ്ഥാനമിട്ടു. എന്ന് പറഞ്ഞാൽ കല്ലിട്ടൊന്ന്. ഹല്ലേലൂയ. നമ്മൾ പറയും പ്രാർത്ഥിക്കാതെ തുടങ്ങിയത് കൊണ്ട് ആ പ്രശ്നമെന്ന് പറയാറുണ്ട്. സ്തോത്രം. ഇവിടെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ഇവിടെ വാദ്യോപകരണം വായിച്ചു, ആരാധന ഉണ്ടായിരുന്നു, സ്തോത്രം ഉണ്ടായിരുന്നു, ഹല്ലേലൂയ ഉണ്ടായിരുന്നു. അതിനോട് ചേർത്ത് എഴുതിയിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്ന പഴയ ആലയം കണ്ട പിതാക്കന്മാർ അത് കണ്ട് കണ്ണുനീരോടെ ദൈവത്തെ സ്തുതിച്ചു. ആമേൻ. മറ്റുള്ളവർ കൂടെ നിന്നവർ പ്രാർത്ഥിച്ചു. സ്തോത്രം. അപ്പൊ ആരാധനയോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ തുടങ്ങിയ ദൈവാലയത്തിന്റെ പണി, സ്തോത്രം, തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞ് അടിസ്ഥാനമൊക്കെ ഇട്ടു. നല്ല ഫൗണ്ടേഷൻ പണിത് കഴിഞ്ഞപ്പോൾ ശമരിയരെതിരായി. ആമേൻ. കോരേശിന് വന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് നിന്നു. ആലയം പണി അവിടെ നിന്നു. അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. ആലയത്തിന്റെ പണി ശമരിയാക്കാരുടെ എതിർപ്പ് നിമിത്തം അവർ പണി മുടക്കി. ഓ സ്തോത്രം. ദൈവാലോചന പ്രകാരം, ദൈവഹിത പ്രകാരം ബാബിലോണിൽ കിടന്നവൻ ഇവിടെ വന്ന് പണി തുടങ്ങി. എന്നാൽ പണി തുടങ്ങി കഴിഞ്ഞപ്പോൾ പണി നിർത്തേണ്ട അവസ്ഥ വന്നു. ആമേൻ. അവിടെ ഹൃദയത്തിൽ ഭാരമായി, ദൈവമേ, ഈ പണി ദൈവത്തിൻ്റെ ഹിതമാണോ? ദൈവം എന്നോട് പറഞ്ഞിട്ടല്ലേ തുടങ്ങിയത്, പിന്നെ എന്തുകൊണ്ട് നിന്നു? എത്ര വർഷം നിന്നെന്നറിയാമോ? 17 വർഷങ്ങൾ പണി നിന്നു. ഓ, കണ്ണുനീരിൻ്റെ വർഷങ്ങൾ. ഞാൻ അനുഭവിച്ച മനുഷ്യനാണ് കേട്ടോ. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ ചർച്ച്, ജയോത്സവം ചർച്ച് തുടങ്ങിയത് ഇവിടെ റോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ അത്രയും പേര് എൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും ഒരു പ്രായമുള്ള അമ്മച്ചിയും. സ്തോത്രം. ആദ്യത്തെ 6 മാസം ആരും കൂടി ഇല്ല, ആരും ആരാധിക്കാനില്ല. ഇവിടെ പറഞ്ഞ പോലെ ഞാൻ കർത്തൃമേശ നടത്തും, എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും. ചില ദിവസം ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഞാൻ പ്രസംഗിച്ചിങ്ങനെ ഈ ആവേശം പിടിച്ച പ്രസംഗമാണ് എൻ്റെ അന്നും ഇന്നും. സ്തോത്രം. ആമേൻ. ആരാധിക്കുന്ന സമയത്ത് വളരെ ഞാൻ തളർന്നു കഴിയുമ്പം ഭാര്യ, അവൾ പതുക്കെ, ലിസ വെള്ളം എടുക്കാൻ വേണ്ടി പോകും. വെള്ളം കൊണ്ടുവരുന്നവരെ പായേ ഉള്ളൂ. പായെ നോക്കി പ്രസംഗിക്കുക. വെള്ളം വരട്ടെ, ഭാര്യ വരട്ടെ ചിന്തിച്ചില്ല, പ്രസംഗിക്കുക. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പം എൻ്റെ ഭാര്യ എന്നോട് പറയും, അച്ഛാ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ, എന്തിനാ ഇത്രേ ശബ്ദമെടുത്ത് പ്രസംഗിക്കുന്നത്? അന്ന് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിന്നോടല്ല പ്രസംഗിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് 10,000 ആത്മാവിൽ കണ്ടുകൊണ്ടാ. ഓ ജീസസ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഹൈന്ദവ കുടുംബം, കൃഷ്ണൻകുട്ടി പ്രസന്ന, ദാനിയേൽ വന്ന് നിൽക്കുന്നതിൽ ആദ്യം സ്നാനപ്പെടുത്തിയ ചാക്കോയോ തോമയല്ല, കൃഷ്ണൻകുട്ടിയെയും പ്രസന്നയെയും മുക്കി. അതോടെ പ്രശ്നം രൂക്ഷമായി. വലിയ പ്രതിസന്ധിയുടെ കടന്നു പോകേണ്ടി വന്നു. വേഗത്തിൽ അവസാനിപ്പിക്കാം. റോഡിലിരുന്ന് 9 മാസം ദൈവത്തെ ആരാധിച്ചു. അത് കഴിഞ്ഞൊരു പാർട്ടി ഹാളിനകത്ത് തറ മുഴുവൻ പൊടിയും അഴുക്കുമുള്ള പ്രസന്ന മാമിനെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചായിരുന്നു. സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. താൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ആ പൊടിക്കകത്ത് വന്നിരുന്ന് ഞങ്ങളുടെ കൂടെ നിന്ന് ആരാധിക്കുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ 2 ടെമ്പററി ഹോൾ പണിതു. 2 ടെമ്പററി ഹോളും അവിടുത്തെ സുവിശേഷ വിരോധികൾ പൊളിച്ചു മാറ്റി. ആമേൻ. ഞങ്ങൾ വാങ്ങിച്ച ആ സ്ഥലത്ത് ആലയം പണിയാൻ സമ്മതിക്കാതെ വണ്ണം അവിടെ കൊടികുത്തി. ആമേൻ. ഞങ്ങൾ വിചാരിച്ചു നടക്കത്തില്ല, എല്ലാം തീർന്നു. എന്നാൽ തിരുവനന്തപുരം പട്ടണത്തിനകത്ത് ആലയത്തിൻ്റെ പണി പലയിടത്തും മുടങ്ങിയെങ്കിലും 20,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള 3 നിലകളിലായി 3 നിലയിലും കാറ് കയറുന്ന 1000-ഓളം പേർക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാവുന്ന ഒരു എയർ കണ്ടീഷന്റെ ചർച്ച്. അസൂയയില്ലാത്ത ഒരു സ്തോത്രം പറയണമെന്ന് പറഞ്ഞു. അസൂയയില്ലാത്തൊരു സ്തോത്രം പറയണം. നീ റോഡിൽ ഇരുന്ന് ആരാധിച്ചത്, നീ തകർന്നത്, നീ കരയുന്നത്, ഓ നിന്റെ വിശ്വാസികളെ കൊണ്ട്, അവൻ പൂച്ചക്കുഞ്ഞിനെ കൊണ്ട് ഓടുന്നത് പോലെ ഞാൻ ഓടിയിട്ടുണ്ട് എൻ്റെ വിശ്വാസികളെ കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പലരും എന്നോട് പറഞ്ഞു, പാസ്റ്ററെ PYPയുടെ പ്രസിഡന്റ് അല്ലേ, ഏത് സഭ വേണമെന്ന് ചോദിച്ചു. സെൻട്രൽ പാസ്റ്റർമാരുണ്ട്. ആമേൻ. ഏത് സഭ പാസ്റ്റർ വേണമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്.
ഒരു രാജ്യത്തുനിന്ന് പല രാജ്യത്തുനിന്ന് ആമേൻ പാസ്റ്റർഷിപ്പിന് വേണ്ടി എന്നെ വിളിച്ച സമയങ്ങളുണ്ട്. മുട്ടുമ്മ നിൽക്കുമ്പോൾ കർത്താവ് പറയും, ഞാനാണ് നിന്നെ കൊണ്ട് തുടങ്ങിച്ചെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, തളർന്നു പോകരുത്, മടുത്തു പോകരുത്. പുതിയ ഓഫറുകൾ വരുമ്പോൾ പുറകെ പോകരുത്. നിന്നെ വിളിച്ചൊരു വിളിയുണ്ട്, നിന്റെ ദർശനമുണ്ട്, നിന്റെ കാഴ്ചപ്പാടുണ്ട്. അതിൽ നീ ഹോൾഡ് ഓൺ ചെയ്യണം. ഹല്ലേലൂയ. ഇതൊന്നും പറയണമെന്ന് പറഞ്ഞു വന്നതല്ല. പരിശുദ്ധാത്മാവ് ദൈവദാസന്മാരോട് ദൂത് പറയുന്നു. പലപ്പോഴും നീ നിരാശപ്പെട്ടു പോകുന്നുണ്ട്. ആമേൻ. പണി തുടങ്ങി വെച്ചു, മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ല. എങ്ങനെ നടക്കുമെന്ന് കുറ്റം പറയുന്നവർ, അപവാദം പറയുന്നവർ, തകർക്കുമെന്ന് പറയുന്നവർ, പോരാടി നിൽക്കുന്നവർ എന്ന പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് ദൂത് പറയുന്നു. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എന്റെ ആത്മാവിനാൽ. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുക. നിന്റെ കഴിവ്, നിന്റെ പണം, നിന്റെ സ്വാധീനം. ഹലോ, ഞാനങ്ങനെ വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം. ഈ സെരൂബാബേലിന്റെ കണ്ണ് എങ്ങോട്ടായിരുന്നു അറിയാമോ? കോരേശിന്റെ മേലായിരുന്നു. അടുത്ത ചെക്കപ്പം വരും, അടുത്ത ലോഡ് ഗോൾഡ് എപ്പം വരും? ആമേൻ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോരേശ് പറഞ്ഞു, ഇനി ഞാൻ നിനക്ക് തരാൻ പറ്റത്തില്ല, ഈ പണി നടത്തി തരത്തില്ല. അവൻ മരിച്ചു, ദാര്യാവേശ് വന്നു. അവിടെയാണ് അടുത്ത പണി തുടങ്ങാൻ പോകുന്നത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? അവങ്കിലേക്ക് നോക്കിയവർ. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്റെ റിസോഴ്സുകൾ നിന്നുപോയെന്ന് കരുതി നീ ഭാരപ്പെടരുത്. ദൈവത്തിന്റെ മുഖത്തോട്ട് നോക്ക്. അവന്റെ ശക്തി ദൈവം നിന്റെ മേൽ തരും, അവന്റെ അഭിഷേകം ദൈവം നിന്റെ മേൽ തരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പിന്നെ സെരൂബാബേലിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഞാൻ ബൈബിൾ അടച്ചത് സംഘാടകരുടെ സമാധാനത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നവർ സ്തോത്രം പറയണം. ആമേൻ. ആകെ നിരാശപ്പെട്ടു. 17 വർഷമൊക്കെ കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ടെങ്കിൽ എന്തോ ഭാരമായിരിക്കും അവർക്ക്. ഞങ്ങളുടെ ചർച്ചിൽ എയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുണ്ട്, ഭാര്യയുണ്ട്. അവർക്ക് 17 വർഷം കഴിഞ്ഞൊരു കുഞ്ഞുണ്ടായി. ആമേൻ. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു കുഞ്ഞിനെ ഡെഡിക്കേറ്റ് ചെയ്തു. 12 വർഷം കഴിഞ്ഞൊരു കുഞ്ഞ്. ഈ 17 വർഷമൊക്കെ ആകുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തോ വിചാരിക്കും, ഇനി നടക്കുന്ന പരിപാടി ഇല്ല. സ്തോത്രം. അപ്പം സെരൂബാബേൽ വിചാരിച്ചു മെന്റലി ആൻഡ് ഫിസിക്കലി ഡൗണായി. നടക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് സെഖര്യാവിന് ദൈവം ദൂത് കൊടുക്കുക, നടത്തും. പക്ഷെ നിന്റെ ചിന്താമണ്ഡലങ്ങളിലൂടെ അല്ല നടത്താൻ പോകുന്നത്, നീ വിചാരിക്കുന്ന വഴിയിലൂടെ അല്ല നടത്താൻ പോകുന്നത്. അവൻ നിന്റെ പവർ അല്ല, നിനക്ക് ബാക്കപ്പ് തരുന്ന രാജാക്കന്മാരെ കൊണ്ടല്ല നടത്തുന്നത്, എന്റെ ആത്മാവിനാൽ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എനിക്ക് ദൂത് ഇഷ്ടപ്പെട്ടത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, യഹോവയുടെ ആത്മാവിനാൽ തന്നെ, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. സെരൂബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, ഈ പർവ്വതം പഴയ നിയമത്തിലുമുണ്ട്, ഈ പർവ്വതം പുതിയ നിയമത്തിലുമുണ്ട്. പഴയ നിയമത്തിൽ പർവ്വതത്തോട് മാറാൻ ദൈവം പറഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, വിശ്വാസത്തോടെ മുമ്പിൽ നിൽക്കുന്ന ഈ പർവ്വതത്തോട് നീങ്ങി സമുദ്രത്തിൽ പോയി വീഴാൻ പറഞ്ഞാൽ അത് വീഴും. പുഴുവായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ മെതിവണ്ടിയാക്കും. അവൻ നിന്റെ മുമ്പിലെ പർവ്വതത്തെ ഞാൻ പൊടിക്കും, ഞാൻ സമഭൂമിയാക്കും.
ഇന്ന് പകൽക്കാലം ആത്മാവിൽ ദൂത് പറയുന്നു, നീ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, നീ ഞെരുങ്ങുന്ന വിഷയങ്ങൾ, മുൻപോട്ടൊരു സ്റ്റെപ്പ് പോലും വെക്കാൻ കഴിയാതെ നിന്നെ തടയുന്ന അന്ധകാര ശക്തി, ഈ ദൂതിന്റെ മുമ്പിൽ ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് ചാരമാകുക, അത് പൊടിയായി മാറുന്നു. അടുത്തൊരു ദൂതൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, സമയം കഴിഞ്ഞു. സെരുബാബേലേ, നിന്റെ കൈ കൊണ്ട് ഞാൻ ഇതിനെ അടിസ്ഥാനമിട്ടെങ്കിൽ നിന്റെ കൈ കൊണ്ട് ഞാൻ പൂർത്തീകരിക്കും. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? നിന്നെ കൊണ്ട് അടിസ്ഥാനം ഇടിപ്പിച്ചിട്ട് നിന്റെ മോനെ കൊണ്ട് ഞാൻ ആണിക്കല്ല് കയറ്റുമെന്നല്ല പറഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ പല പ്രാർത്ഥന അങ്ങനെ, കർത്താവ് എന്നെ കൊണ്ട് ജയിക്കാത്തതൊക്കെ എൻ്റെ തലമുറയെ കൊണ്ട് അത് ദൈവം ചെയ്യിച്ചോളും. നീ ചെയ്യേണ്ടത് ചെയ്താൽ നിന്റെ തലമുറയെ നീ കണ്ടിട്ടില്ലാത്തതും നിനക്ക് ഇമാജിൻ ചെയ്യാത്ത ശുശ്രൂഷ നിന്റെ തലമുറയെ കൊണ്ട് ചെയ്യിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവം പറയുന്നു, നീ തുടങ്ങി വെച്ച ചിലതിനെ, നീ തുടങ്ങി വെച്ച ചിലത് അത് ഏറ്റെടുക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? നീ ആരംഭിച്ച ചിലതിന് നീ തന്നെ പൂർത്തീകരണം വരുത്തും. നീ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിന്റെ കൈ കൊണ്ട് ചില പ്രവർത്തികൾ ചെയ്തെടുക്കാൻ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുക. അതിന് വിരോധമായി എന്തെല്ലാം ശക്തികൾ പോരാടിയാലും ഒരു ശക്തിക്കും നിന്നെ തൊടാൻ പറ്റില്ല. ഇനി നിന്റെ കയ്യിൽ അണല് ചുറ്റിയാലും നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം ആ അണലിയെ കുടയും. എന്തെല്ലാം പ്രതികൂല ശക്തികൾ നിനക്കെതിരെ പോരാടി നിന്നാലും നിന്നെ കൊണ്ട് ചെയ്തെടുക്കാൻ ദൈവം തീരുമാനിച്ച ശുശ്രൂഷകൾ നിന്നെ കൊണ്ട് തന്നെ ചെയ്തെടുക്കും. അത് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. ആമേൻ. വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടെ സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. God bless you. Thank you very much.